ആലപ്പുഴ ജില്ലയിലെ നെല്ല് സംഭരണം ആരംഭിച്ചു. മില്ലുടമകളുമായുള്ള മന്ത്രിതല ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രതിസന്ധിക്ക് പരിഹാരമായത്. നെല്ല് സംഭരണം ആരംഭിച്ചത് കർഷകർക്ക് ആശ്വാസമായി. ആലപ്പുഴ ജില്ലയിലെ നെടുമുടി വള്ളുവങ്കാട് പാടശേഖരം, പൂന്തുറ പാടശേഖരം എന്നിവിടങ്ങളിലെ നെല്ല് സംഭരണമാണ് തുടങ്ങിയത്. കാലടി അമിലോസ് മില്ലുമായി സംഭരണത്തിന് കരാർ ഒപ്പിട്ടിരുന്നു. കരുവാറ്റ, ഈഴഞ്ചേരി വെസ്റ്റ്, പരിക്കാടൻ സമിതി എന്നിവിടങ്ങളിലെ നെല്ലും സംഭരിക്കും. ക്വിന്റലിന് 66.5 കിലോഗ്രാം അരി തിരികെ നൽകണമെന്ന സർക്കാർ ആവശ്യം പ്രായോഗികമല്ലെന്ന മില്ലുടമകളുടെ നിലപാടാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ഇക്കാരണത്താൽ 2 ആഴ്ചയിലധികമാണ് കൊയ്ത്തു കഴിഞ്ഞ നെല്ലുകൾ കെട്ടിക്കിടന്നത്. പ്രതിസന്ധി രൂക്ഷമായതോടെ കൃഷിമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ഓൺലൈനായി യോഗം ചേർന്നു. മില്ലുടമകളുമായും കർഷക പ്രതിനിധികളുമായും ചർച്ച നടത്തി. ഇതിന് പിന്നാലെയാണ് നെല്ല് സംഭരിക്കാൻ തീരുമാനമായത്. ഒരുമാതിരിപ്പെട്ട കർഷകരെല്ലാം ദുഃഖത്തിലാണ് പോയി കിടക്കുന്നത്. കാരണം വെച്ചാൽ രാത്രി അവർക്കൊന്നും ഉറക്കമില്ല. ഇന്ന് രാത്രി മഴ പെയ്യുമോ, നാളെ രാവിലെ എന്താകും, എന്തായാലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കി തന്നതിന് ഞങ്ങൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇന്നിപ്പോൾ 2.5 ലോഡിൻ്റെ വള്ളത്തെ നെല്ല് കയറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോയ്സ്ചർ ഒന്നുമില്ല. ഓടെ 3 കിലോ കിഴി വെച്ചിട്ടാണ് ഇന്ന് മുതൽ നെല്ലെടുക്കാൻ തുടങ്ങുന്നത്. എന്നാൽ പാലക്കാട് ജില്ലയിലെ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല. നിസ്സഹകരണം തുടർന്നാൽ സപ്ലൈകോ നേരിട്ട് നെല്ല് സംഭരിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വ്യക്തമാക്കിയിരുന്നു. മീഡിയ 1 ആലപ്പുഴ.